വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സരസ്വതി അമ്മയെ ശരിക്കിട്ട് പൊരിക്കുകയാണ് സച്ചിന്റെ അടുത്ത് വന്നത്. എൻ്റെ പൊന്നു സച്ചിനെ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള മട്ടില് നമ്മുടെ സരസ്വതി അമ്മ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിൽ മര്യാദക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളും കേട്ട് ഇവിടെ നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഇവനൊരു വട്ടനായത് കൊണ്ട് തന്നെ ഇവൻ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുമെന്ന് സരസ്വതിക്ക് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ പേടിച്ച് വരണ്ട് ഒരു സോഫയിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ശീതളെത്തി. ശീതള വന്ന പാടെ തന്നെ സച്ചിന് കുടിക്കാനായിട്ട് ഒരു കപ്പ് കാപ്പി കൊടുത്തു. സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിനെ ഈ കാപ്പി കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞതും നമ്മുടെ സച്ചിനാണെങ്കിൽ ശീതളെ നീ ഇട്ട കാപ്പിയാണോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് അത് ആസ്വദിച്ച് കുടിക്കുകയാണ്. അത് കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശീതളിനെ ഒരു വല്ലാത്ത നോട്ടവും നോക്കി. അതിനുശേഷം അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ ചമ്മി നാറി വെളുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഇവന് ശരിക്കും വട്ട് തന്നെയാണ്. അത് ഇവൻ എന്ത് തരത്തിലുള്ള വട്ടാണ് എന്നുള്ള രീതിയിൽ അച്ചമ്മ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ശീതളാണെങ്കിലോ, അതെ സച്ചിൻ, അച്ചമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് റൂമിലേക്ക് പോവാന്നും പറഞ്ഞ് സച്ചിനെ വിളിച്ചുകൊണ്ട് ശീതള റൂമിലേക്ക് പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഈശ്വര, എങ്ങനെയാണ് താൻ ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് ഇങ്ങനെ ആലോചനയോട് കൂടി ഇരിക്കുമ്പോഴാണ് സച്ചിന്റെ ബാഗ് പുള്ളിക്കാരുടെ കണ്ണിൽ പെടുന്നത്. ആ ബാഗിനകത്താണല്ലോ രാവിലെ സച്ചിൻ സരസ്വതി അമ്മയുടെ ഫോൺ വാങ്ങി വെച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് തൻ്റെ ഫോൺ ഉണ്ടാകുമെന്നുള്ള നല്ല നിശ്ചയമുണ്ട് സരസ്വതിക്ക്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു മാറ്റുന്ന സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരി പോയി ആ ബാഗ് പരിശോധിച്ചു. അതിൽ നിന്ന് തൻ്റെ ഫോണ് കിട്ടിയ പാടെ എൻ്റെ ദൈവമേ, ഫോണ് തിരിച്ചു കിട്ടി, ആരും കാണാതെ പോയി സുമിത്രയെ വിളിക്കണം, സുമിത്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഫോണും എടുത്ത് പോവുക. പിന്നീട് നമ്മളെ കാണിക്കുന്നതോ നമ്മുടെ ദീപു ആണെങ്കിൽ ദീപു ഓരോ കാര്യങ്ങളും ഒക്കെ ഇപ്പം സുമിത്രയ്ക്ക് എതിരായിട്ട് ചെയ്തെങ്കിലും ചിത്രയോട് സുമിത്ര ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇനി എൻ്റെ അനിയനോട് നീ പഴയ ദേഷ്യമൊന്നും വെച്ച് പുലർത്തരുത്, അവൻ ഇത്ര കണ്ട ദ്രോഹങ്ങൾ എന്നോട് ചെയ്തിട്ടും ഞാൻ അവനോട് ക്ഷമിച്ചില്ലേ, അതുപോലെ തന്നെ നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റണം, അപ്പവും നീയും ഒക്കെ പഴയതുപോലെ തന്നെ അവനെ സ്നേഹിക്കണമെന്നുള്ളൊരു വാക്ക് നമ്മുടെ സുമിത്ര പറഞ്ഞത് ചിത്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ചിത്രയാണെങ്കിൽ ദീപുവിനെ ചുമയും അതുപോലെ പനിയും ഒക്കെ ആയിട്ട് വല്ലാതെ ഇരിക്കുന്ന ദീപുവിനെ ആശ്വസിപ്പിച്ച് ദീപുവിൻ്റെ കൂടെ പരിചരിച്ചിരിക്കുമ്പോഴത്തേക്കിനും അപ്പു അങ്ങോട്ട് വന്നു. അപ്പു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത്രയും ദിവസവും കീരിയും പാമ്പും പോലെ ഇരുന്ന തൻ്റെ അച്ഛനും അമ്മയും ദാ അടയും വീരയും പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലോ അപ്പു വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട്? അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സുമിത്ര ആൻറ്റിയെ ചതിച്ചതുപോലെ തന്നെയാണ് അച്ഛൻ നമ്മളെയും ചതിച്ചത്, ഇയാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നും പറഞ്ഞ് നമ്മുടെ അപ്പു ഇങ്ങനെ കാര്യങ്ങൾ ചിത്രയോട് പറയുമ്പോൾ ചിത്രയാണെങ്കിലോ, മോനെ സുമിത്രേച്ചി വരെ നിന്റെ അച്ഛനോട് ക്ഷമിച്ചു, അങ്ങനെ സുമിത്രേച്ചി ക്ഷമിച്ചെങ്കിൽ പിന്നെ നമുക്ക് ക്ഷമിച്ചാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇത് അപ്പച്ചിയെ പറ്റിക്കാനുള്ള അച്ഛൻ്റെ പുതിയ എന്തോ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും മാറില്ല എന്നും പറഞ്ഞ് അപ്പു ചിത്രയോട് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്ന സമയം ദീപു ആണെങ്കിലോ, എനിക്ക് തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, എന്ന് വെച്ച് ഞാൻ എൻ്റെ കുടുംബത്തോട് സ്നേഹമില്ലാത്തവനൊന്നും അല്ല എന്നും പറഞ്ഞ് താൻ പണ്ട് കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും താൻ ഇതൊക്കെ ചെയ്തത് തൻ്റെ കുടുംബം നിലനിർത്താനാണ് എന്നുമുള്ള സത്യമൊക്കെ ഇങ്ങനെ അമ്മയോടും മകനോടുമായിട്ട് വിശദീകരിക്കുമ്പം എനിക്ക് നിങ്ങളുടെ ഈ ന്യായീകരണമൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് അപ്പു ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീടാണെങ്കിലും കുറ്റബോധം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നീറിയാണ് നമ്മുടെ ദീപു ഇപ്പം കഴിയുന്നത്. പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ്. സുമിത്രയുടെ അടുത്ത് പൂജ വന്നു. പൂജ വന്ന പാടെ തന്നെ അമ്മേ, ഇന്ന് പ്രതീക്ഷേട്ടനെ കാണാൻ പോയിട്ട് എന്തായെന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദിക്കുമ്പം, മോളെ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ, പ്രതീക്ഷ അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞു, അമ്മയെ മാത്രമല്ല അനിരുദ്ധിനെയും കാണണ്ട എന്ന് പറഞ്ഞു. ഇതിനിടയിലൊക്കെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മുടെ പൂജ ഇങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്. അമ്മ മിക്കവാറും പറഞ്ഞു വരുന്നത് തൻ്റെ രഞ്ജിതാൻ്റിയെ കുറിച്ചിട്ടായിരിക്കും. രഞ്ജിതാൻ്റി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജ ആലോചിക്കുമ്പോഴത്തേക്കിനും, അതെ മോളെ, ഇന്ന് രഞ്ജിതയും ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജ താൻ അറിഞ്ഞ സത്യങ്ങൾ മുഴുവനും സുമിത്രയോട് പറയാൻ തുടങ്ങുകയാണ്. അമ്മേ, ഇന്ന് അമ്മയ്ക്കും പ്രതീക്ഷേട്ടനും തമ്മിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് തന്നെ രഞ്ജിതാൻ്റി ആണെന്ന്, ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ
പുറത്ത് പറയാതിരുന്നതെന്നും പറഞ്ഞു. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് കാര്യങ്ങളുടെ ഏകദേശം ഒരു ഗതി പിടികിട്ടി. ഇതിനൊക്കെ പിന്നിൽ കളിച്ചതും തൻ്റെ മകനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തനിക്കെതിരെ തിരിച്ചതും ഒക്കെ രഞ്ജിതയുടെ കുബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കിയ സുമിത്രയാണെങ്കിലോ, അതെ, എനിക്ക് എന്തായാലും ഏകദേശ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു മോളെ. നീ വിചാരിക്കുന്നത് പോലെ രഞ്ജിത ഒരു നല്ല വ്യക്തിയൊന്നും അല്ല. അമ്മ അങ്ങനെയൊന്നും അല്ല. രഞ്ജിത ആൻറ്റി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞതും, അങ്ങനെയുള്ള രഞ്ജിത എന്തിനാണ് ജയിലിൽ പോയി എൻ്റെ മകൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അമ്മ അത് പറഞ്ഞല്ലോ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. മോളെ, അതൊന്നും അല്ല സത്യം. നിനക്ക് രഞ്ജിതയുടെ സ്വഭാവം നല്ല രീതിയിൽ അറിയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് സുമിത്ര രഞ്ജിത ഇതിന് മുന്നേ ചെയ്തതും നമ്മുടെ രോഹിത്തിന്റെ ഡയറിയിൽ രോഹിത് അവന്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ആ കാര്യങ്ങളും പൂജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂജയ്ക്ക് കാര്യങ്ങളുടെ ആ ഒരു ഗതി മനസ്സിലായത്. ഇത്രയും കാലവും രഞ്ജിതാൻ്റെ തന്നെ ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം. നീ എന്തറിഞ്ഞിട്ടാണ് പൂജ ഇതിനൊക്കെ പിന്നിൽ കളിച്ചത്? രഞ്ജിതയാണെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്